അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ ഒരു ദൃശ്യം വാട്സപ്പിലൂടെ കണ്ടതാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കാരണം, വധശിക്ഷ നിർബന്ധമാക്കിയതിൻ്റെ 15 മണിക്കൂർ മുമ്പാണ് ഇദ്ദേഹത്തിന് യാസിർ എന്ന് പറയുന്ന ചെറിയ മൊബൈൽ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ ക്രൂരമായി കൊന്നുകളഞ്ഞതിൻ്റെ പ്രതികാരമായിട്ടുള്ള ശിക്ഷ എന്ത് പറഞ്ഞാലും മാഫ് കൊടുക്കുന്നില്ല. ഇത് പറയാൻ കാരണം, വജസാഉ സയ്യഅത്തിൻ സയ്യഅത്തും മിസ്ലുഹ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. കാരണം ഇവിടെ നീതിയാണ് പഠിപ്പിക്കുന്നത്. ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലത്തെ ഒരു തിന്മയാണ്. ഒരാൾ കൊന്നാൽ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ്. എന്നാലോ അതിന് പകരമായി തിന്മ ചെയ്യാതെ അയാൾക്ക് പൊരുത്തു കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ കൊല ചെയ്ത് ഒരുപാട് ആനുകൂല്യങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലം നൽകും, അതുപോലെ വീട് നൽകാം, പലതും പറഞ്ഞപ്പോൾ ഒന്നിനും എൻ്റെ മകനെ കൊന്നതിന് പകരമായി അത് കൊല്ലുക തന്നെ വേണം, വധശിക്ഷ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു പറയുന്നത്, ആരെങ്കിലും ക്ഷമിക്കുകയും അനുരഞ്ജനമുണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ചുറ്റുഭാഗത്ത് പലതും നമുക്ക് വെറുപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന പല കാഴ്ചകളും നമുക്കുണ്ടാകാം. അപ്പോൾ അതിന് പകരം പ്രതികാരത്തിനേക്കാൾ ഏറ്റവും നല്ലത് അവനക്ക് പൊരുത്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം വീട്ടിൽ വന്ന് പറയുന്ന ആ കാഴ്ച, ഇവിടെ നോക്ക്, അവിടെ അദ്ദേഹത്തിൻ്റെ യാസിൻ്റെ ഉമ്മയും കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നു, അദ്ദേഹത്തിനെ ചുംബിക്കുകയും ചെയ്യുന്നു. ആ ചെയ്യാനുള്ള കാരണം എന്താണ്? അവിടെ അത്ഭുതമാണ്, ആ ആയത്തിൻ്റെ അത്ഭുതമാണ് നാം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നാം സമൂഹമായി ജീവിക്കുമ്പോൾ ചില ചെറിയ വാക്കുകളുടെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടത്തിലോ അല്ലെങ്കിൽ വാക്കിനാലോ മനസ്സിന് സങ്കടപ്പെടുത്തുന്ന, വിഷമപ്പെടുത്തുന്ന പലതും മനുഷ്യനാകുമ്പോൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ വിദ്വേഷവും പകയും വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഖൗലും മഅറൂഫ്, നല്ലൊരു വാക്ക്, വ മഗ്ഫിറത്തുൻ, പൊരുത്തു കൊടുക്കൽ, ഖൈറുൻ മിൻ സ്വദഖത്തിൻ യത്ബഉഹ അല്ലദി വല്ലാഹു ഗനിയുൻ ഹലീം എന്നാണ്. കാരണം സ്വദഖയേക്കാൾ അവനക്കത് പുണ്യമുണ്ട് ഒരു ഖൗലും മഅറൂഫ്, ഒരു മഗ്ഫിറത്ത് എന്നുള്ളത്. നല്ലൊരു വാക്ക്, ഒരു വിട്ടുവീഴ്ച, ഇതൊക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് വലിയ പ്രതിഫലമുള്ളതാണ്. നോക്കൂ, നാം ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലേ? ദുനിയാവിൽ ജീവിക്കുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹ് പറയാണ്, നിങ്ങളുടെ എല്ലാം തെറ്റുകൾ ഞാൻ നിനക്ക് പൊരുത്തു തന്നു എന്ന്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലേ? നമുക്കത് വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? മാഷാ അള്ളാഹ്, എത്ര തിന്മ ചെയ്തവനാണ്, നരകത്തിന് അർഹനായ ഒരു മനുഷ്യനായ എനിക്ക് അള്ളാഹ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന വാക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഞാൻ പൊരുത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം. തീർച്ചയായും നമുക്കത് ഇഷ്ടമാണ്. അതേപോലെ നമ്മോടൊരാൾ തിന്മ ചെയ്താൽ നമുക്കെന്തെങ്കിലും പ്രതികാരം, നമ്മോട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ചെയ്താൽ ഞാൻ പൊരുത്തു കൊടുക്കും. അതിൻ്റെ ഒരു വലിയ കാഴ്ചയാണ് ഈ കാണുന്ന കാഴ്ച. കാരണം ആ കുടുംബത്തിനുണ്ടാകുന്ന ആ സന്തോഷം, ആ കുടുംബത്തിനുണ്ടാകുന്ന ആ ആനന്ദം, ആ ഉമ്മയും ആ കുടുംബയും ആ പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു. കാരണം തൻ്റെ മകനെ കൊന്ന ഒരാൾക്ക് പൊരുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലഅഫൂ വല്ലസ്ഫഹൂ അലാ തുഹിബ്ബൂന, അതാണ് ഖുർആൻ പറഞ്ഞത്. വല്ലഅഫൂ, വിട്ടുവീഴ്ച, അതുപോലെ പൊരുത്തു കൊടുക്കുക എന്നുള്ളത്. ചോദിക്കുന്നു, അലാ നുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊരുത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ഒരു ചോദ്യം. നാം എത്ര ഇഷ്ടപ്പെടുന്നു അതേപോലെ മറ്റുള്ളവർക്ക് നാം പൊരുത്തു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും അവന് റഹ്മാനുമാണ്. നോക്കൂ, ഈ കുടുംബത്തിനുണ്ടായ സന്തോഷം, ആ സന്തോഷത്തിന് പകരം പ്രതിഫലം അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത്ര വലിയ സന്തോഷമല്ല ആ കുടുംബത്തിൽ ആ പ്രായമുള്ള ആ ഉപ്പുണ്ടാക്കിയത്. തനിക്ക് എന്ത് വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നിനും അയാൾ ചെവി കൊടുക്കാതെ പൊരുത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത സങ്കടപ്പെടുത്തിയപ്പോൾ ആ കുടുംബം ആകെ തളർന്നു. എൻ്റെ മകൻ നഷ്ടപ്പെട്ട് തന്നെയാണ്, എൻ്റെ മകൻ തിരിച്ചു കിട്ടൂല എന്നുള്ള വലിയ സങ്കടത്തിൽ ആ കുടുംബം കഴിയുമ്പോഴാണ്
ഈ വാപ്പ വന്ന് ആ കുടുംബത്തിനൊരു പ്രഖ്യാപനം നടത്തുന്ന ആ ഒരു രംഗം, ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ ഈ അത്ഭുതകരമായ കാഴ്ച. ഈ സംഭവം ഇന്നലെ നടന്നതാണ് എന്നാണ് വാട്സപ്പിലേക്ക് കാണുന്നത്. ഇന്നലെയാണോ എപ്പോഴാണോ നടന്നത് അതല്ല, ഈ സംഭവം നടന്നതിൻ്റെ വിഷയമല്ല. നമുക്ക് ആ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളും ആ ഹദീസ് ഖുർആൻ്റെ ആ നേരിട്ടൊരു കാഴ്ചയാണ് അവരുടെ മുഖത്തുനിന്ന് കാണുന്ന ആ സംഭവങ്ങൾ. പിന്നെ അവർ വെള്ളക്കൊടിയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. ആ വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് ആ സന്തോഷം പറയുന്ന, കാരണം നിങ്ങൾ ഇതൊരു സമ്മാനമായി സ്വീകരിക്കണം. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യഅത്തു അദ്ഫഅ ബില്ലത്തി ഹിയ. നോക്കൂ, ഈ ഹസനത്തും സയ്യത്തും അത് സമമാകുമോ? നാം അതിലേക്ക് പകരമായി ഹിയ അഹ്സനു ഫഇദല്ലദി ബൈനക വബൈനഹു അദബാത്തുൻ കഅന്നഹു അലിയുൻ ഹലീം. കാരണം ഈ ശത്രുത എന്നുള്ളത് നമ്മുടെ ആ തിന്മ കൊണ്ട് തിന്മ പ്രതികരിക്കല്ല, നല്ലത് കൊണ്ട് പ്രതികരിക്കുമ്പോൾ അഥവാത്തവർക്കിടയിൽ പോയി അവരുടെ സന്തോഷം സ്നേഹമുണ്ടാകും. അതുപോലെ നാം പ്രത്യേകം നന്മയും തിന്മയും സമമാവുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഏറ്റവും നല്ലത് ഏതാണോ അതുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രതികരണം. ആ പ്രതികരണം കൊണ്ടെന്നുണ്ടാകും ശത്രുതയില്ലാതെയാകും. ശത്രുത നഷ്ടപ്പെട്ട് അവർക്ക് പരസ്പരം സ്നേഹവും സന്തോഷവും ഉണ്ടാകും. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത്. നോക്കൂ, നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. എന്തിൻ്റെ പേരിലാ പ്രശ്നം? എന്തേ സംസാരിക്കുന്നില്ല? ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് പോലും കാണാൻ വേണ്ടി വരരുത് എന്ന് പറയും. എന്തിൻ്റെ പേരില്ല? ചിലപ്പോൾ കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ പേരിലായിരിക്കും. കാരണം അയാൾ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടാകും. തൊട്ടടുത്ത പെങ്ങന്മാരെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെയോ അല്ലെങ്കിൽ അനുജന്മാരെ വേണ്ടപ്പെട്ട ആളെ മറന്നിട്ടുണ്ടാകാം. ആ മറന്നത് അയാൾക്ക് വല്ലാത്തൊരു വിഷമുണ്ടാകും, അല്ലേ? ശത്രുതയുണ്ടോ? അവനത് നിൻ്റെ ഉറ്റവനെയും അല്ലേ പോലെയായി തീരുമെന്നുള്ളതാണ്. ആ ശത്രുത ഇല്ലാതെയായി മാറുമെന്നുള്ളതാണ്. കാരണം ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ശത്രുത കാണിക്കുക, വെറുപ്പ് കാണിക്കുക, വിദ്വേഷം കാണിക്കുക. വീട്ടിൽ നോക്കൂ, അമ്മായിമ്മ മരുമകൾ പിണക്കങ്ങൾ എന്തിൻ്റെ പേരില്ല? എന്തോ മരുമകൾ അമ്മായിമ്മയെ പരിഗണിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ഭാര്യയോട് എന്തെങ്കിലും ഒരു സ്നേഹ സംസാരങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷേ അതായിരിക്കില്ല അവർ പ്രകടിപ്പിക്കുന്നത്. എന്തോന്ന് പ്രകടിപ്പിച്ച് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. എന്തുകൊണ്ട്? ചെറിയൊരു വിഷയമാണ്, ചെറിയൊരു പിണക്കമാണ്. അൻ അബ്ദുല്ലാഹിബ്ന് അംർ റളിയല്ലാഹു അൻഹുമ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ലൈസൽ വാസിലു ബിൽ മഖാഫി വലാകിനൽ വാസിലു ലദി. ഈ നോക്കൂ, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിഷമത്തോടു കൂടി പറയാണ്. കാരണം ഇന്ന് പല കുടുംബങ്ങളും തെറ്റിയിരിക്കുന്നത്, പല സുഹൃത്ത് ബന്ധം തെറ്റിയിരിക്കുന്നത് ചെറിയ മനസ്സിന് കുത്തുവാക്കുകളോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന നോട്ടമോ അല്ലെങ്കിൽ ഒന്നു വേദനിപ്പിക്കുന്ന സംസാരമോ ചിലപ്പോൾ അത് മനസ്സിൽ വെച്ച് അത് വലിയ വിദ്വേഷമായി. അതാണ് കാരണം. നാളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണ്? ഖരീബൻ, ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നവർ, ജനങ്ങളോട് വളരെ വിനയത്തോടു കൂടി വളരെ സംസാരിക്കുന്ന സമയത്തൊക്കെ വളരെ ലയ്യനായ ഖൗലുൻ ലയ്യനായ സംസാരങ്ങൾ. ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഫിറഔൻ, അല്ലേ? ഫിറഔൻ്റെ അരികിൽ പോകുമ്പോഴും പോലും മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുന്നത് എങ്ങനെയാണ്? ഖൂലു ഖൗലൻ ലയ്യനായ വാക്ക് പറയണം. ശത്രുവിനോട് പോലും ലയ്യനായ വാക്ക് പറയണമെന്നാണ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കൊന്നും വന്നു പോകരുത് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിന്മ കൊണ്ട് നേരിടുന്നത് ഒരിക്കലും ശരിയല്ല. തിന്മയ്ക്ക് തിന്മയാണ്, അത് നീതിയാണ്. പക്ഷെ വിട്ടുവീഴ്ചയോ അത് വലിയ അത്ഭുതമാണ്. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അസ്മിൽ ഉമൂർ, അത് ആർക്ക് സാധിക്കുന്ന കാര്യമാണ്? അസ്മിൽ ഉമൂർ, അല്ലാത്ത മനക്കരുത്തുണ്ടാക്കണം. ആ മനക്കരുത്തുള്ളവർക്ക് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യം. നോക്കൂ, ഈ ഒരു ദൃശ്യം എന്നെ വല്ലാത്ത സന്തോഷിപ്പിച്ചെന്തറിയോ? ആ കുടുംബത്തിനുണ്ടായ ആ നിമിഷത്തിലുണ്ടായ സന്തോഷം. ചിലപ്പോൾ ഒരുപാട് പഴക്കമുള്ള വീടായിരിക്കും, ചിലപ്പോൾ ഇന്നലെ സംഭവിച്ചതോ. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ആ കുടുംബത്തിൻ്റെ ആ സന്തോഷം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഞാനിപ്പോഴാണ് കണ്ടത്. നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ അയച്ചു തന്നപ്പോൾ
ഞാൻ പെട്ടെന്നാണ് ഈ വീഡിയോ കണ്ടപ്പോൾ അവരുടെ ആ സന്തോഷം എൻ്റെ മനസ്സിൽ, അവർ കാളിൽ വന്ന് വീഴുന്ന ഒരു കാഴ്ച, ഒരാളിങ്ങനെ വന്ന് കാളിൽ വീഴുക, ആ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിന് എത്ര സന്തോഷം ഉണ്ടാകും. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലൻ നാർ ഔ ബിമൻ നഹ്റും അലൈഹി നാർ അലാ കുല്ലി ഖരീബിൻ ലയ്യിൻ സഹലിൻ എന്നാണ് വിശുദ്ധ ഹദീസിൽ പറയുന്നത്. ആരാണ് നരകത്തിന് തൊട്ട് തടയപ്പെടുന്നവർ? ഖരീബാണ്, ലയ്യിനാണ്, സഹലാണ്, ജനങ്ങളുടെ സഹല് കാണിക്കുന്നവൻ, ലയ്യിന് കാണിക്കുന്നവൻ, ജനങ്ങളുമായി ഏറ്റവും അടുത്തവൻ. ഇവരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഏറ്റവും അടുത്തവർ എന്നുള്ള വിശുദ്ധ ഹദീസിലൂടെ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഹദീസിൻ്റെ ആ ശത്രുത ഉണ്ടായിട്ട് അവർക്ക് സ്നേഹം ഉണ്ടാകും, അവർക്ക് വലിയ ഐക്യം ഉണ്ടാകും എന്നെല്ലാം പറയുന്നത്, അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, സന്തോഷമായി കണ്ടിട്ട്. കാരണം അയാൾ എന്ത് കൊടുത്താലും എൻ്റെ മകൻ്റെ വധക്ക് പകരം അത് വധശിക്ഷ തന്നെയാകണം. 15 മണിക്കൂർ മുമ്പാണ് ഈ വധശിക്ഷ മാറ്റപ്പെടുകയും അയാളെ രക്ഷപ്പെടുത്തുകയും അയാൾ ആ വീട്ടിൽ പോയി പറയുന്ന കാഴ്ച, ആ യാസിറിൻ്റെ ഉമ്മ ഓടി വന്നുകൊണ്ട് അയാളുടെ കാലിൻ്റെ അരികത്ത് വീഴുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ആ സമയത്ത് അയാൾ തലയിങ്ങനെ ഉയർത്തി ആ ഉമ്മയുടെ തലയിൽ ഇങ്ങനെ ചുംബിക്കുന്ന അതിമനോഹരമായ കാഴ്ച. മാഷാ അല്ലാഹ്, അങ്ങനെയാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. നാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണക്കം അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ വെറുപ്പാക്കി നടന്ന് എന്തിനാണ്? കാരണം പകലുണ്ടായവൻ രാത്രിയില്ല, രാത്രിയുണ്ടായവൻ പകലില്ല. എത്ര ആളുകളാണ് അല്ലേ പച്ചക്കറിക്ക് പോയവൻ തിരിച്ചു വരുന്നത് മയ്യത്തായിട്ടാണ്. വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാം ഉമ്മ എന്ന് പറഞ്ഞു പോയ മനുഷ്യന് പിന്നെ വരുന്ന മയ്യത്താൻ കഫം പുടവിലാണ്. എത്ര നമ്മുടെ കുടുംബങ്ങളിൽ എത്ര കഥകളുണ്ട്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം ചെറിയ ചെറിയ ചെറുപ്പക്കാരാണ്, അവർ പെട്ടെന്നാണ് അവർ മരണപ്പെട്ടു പോയത്. ഉമ്മയോട് പിണങ്ങിപ്പോയവർ തിരിച്ചു വന്നത് മയ്യത്തായിട്ടാണ്, പെങ്ങളോട് പിണങ്ങിപ്പോയവൻ തിരിച്ചു വന്നത് മയ്യത്തായിട്ടാണ്. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മയ്യത്തായി മരിക്കുന്നു അല്ലേ. ഒരുപാട് വീട് അല്ലേ, ഈ അടുത്ത് നോക്ക്, നമ്മുടെ ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയി. അയാൾ എങ്ങനെയാണ് മരണപ്പെടുന്നത്? വീട് കുടിയിരിക്കുന്ന അന്നാണ് അയാൾ വീട് കുടിയിരിക്കുന്നത്, അന്ന് തന്നെ അയാൾ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നോക്കും മരണം എന്നുള്ളത് അല്ലേ. ഒരു സെക്കൻഡ് എൻ്റെ വീട് കുടിയിരിക്കൽ പരിപാടി നോക്കൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ തസാഫഹു യദ്ഹബുൽ ഖിൽ, നിങ്ങൾ പരസ്പരം കൈമുസാഹഫത്ത് ചെയ്യുക, വിദ്വേഷമില്ലാതെയാകും. വതഹാദു വതഹാബു വതസ്ഹബുൽ ഷഅന, നിങ്ങൾ പരസ്പരം ഹദിയകൾ നൽകുക, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകുക. സമ്മാനങ്ങൾ നൽകിയാൽ എന്ത് സംഭവിക്കും? ഷൻആൻ, അവിടെ നമുക്ക് ഷൻആൻ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ അതുകൊണ്ട് പരസ്പരം സമ്മാനങ്ങളും അതുപോലെ പരസ്പരം ഹദിയകൾ അത് നൽകൽ, അത് ഏറ്റവും സ്നേഹം ബന്ധമുണ്ടാക്കാനുള്ളൊരു കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പിണങ്ങിയിരിക്കുന്നത്. വീട്ടിൽ നോക്കൂ, വലിയ വീടുണ്ടാകും, വലിയ കുടുംബക്കാരായിരിക്കും, വലിയൊരു ജീവിതമായിരിക്കും. പക്ഷേ കുടുംബത്തിലോ അവർ മനസ്സിൽ പരസ്പരം അങ്ങോട്ട് വലിയ അകന്നു നിൽക്കുന്നവരായിരിക്കും. ഹൃദയങ്ങളുള്ള വിദ്വേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെല്ലാം പൊരുത്തു കൊടുത്ത് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി നാം സന്നദ്ധരാകണം. അതിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഈ മനോഹരമായ കാഴ്ച അൽഹംദുലില്ലാഹ് എത്ര കണ്ടാലും കൊതി തീരാത്തൊരു കാഴ്ചയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവർക്കും പൊരുത്തു കൊടുത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ മനസ്സിൽ ഒരാളോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, ഒരാളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. എല്ലാവരുടെ സ്നേഹം മാത്രമായിരിക്കണം. നമ്മെ ദ്രോഹിച്ചവരുണ്ടാകാം. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുളത്തിൽ നിന്ന് ഒരു തേലിങ്ങനെ എടുക്കുകയാണ്. അത് തേൽ കടിക്കുന്നു, വീണ്ടും രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അത് കടിക്കുന്നു, വീണ്ടും രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ വീണ്ടും കടിക്കുന്നു. അവർ സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്തുന്നത്? ഞാൻ രക്ഷപ്പെടുന്നത് എൻ്റെ കടമയാണ്, പക്ഷേ കടിക്കുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് നാം പരസ്പരം ഹദിയകൾ നൽകുമ്പോൾ ശത്രുത ഇല്ലാതെയായി സ്നേഹമുണ്ടാകും. അതുകൊണ്ട് നാം സമ്മാനങ്ങൾ നൽകുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കർമ്മമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ സ്നേഹത്തോടു കൂടി മാത്രം നോക്ക്. ഞാനൊരു ഉസ്താദ് മരണപ്പെട്ടു അല്ലേ, ആ ഉസ്താദ് മരണപ്പെട്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടുത്തെ ഖത്തീബ് ഉസ്താദിൻ്റെ ഒരു അനുഭവം പറയുകയാണ്.
അയാൾ ആ മരണപ്പെടുന്ന സമയത്ത് ആ ഒരു വാക്ക് പറഞ്ഞുവല്ലോ, അയാൾ എല്ലാവരുടെ സ്നേഹത്തോടു കൂടി മാത്രം സംസാരിച്ചൊരു മനുഷ്യനാണ്. ആ ഒറ്റ സ്വഭാവം കൊണ്ട് രക്ഷപ്പെട്ടു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.